ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോം ടൂറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടായിരിക്കും. എൻ്റെ ഗേറ്റും അതേപോലെ തന്നെ ഞാൻ കൊണ്ടാട്ടം ഉണക്കാറുണ്ട് ആ ഒരു വീഡിയോയും മോൻ ഇറങ്ങി വരുന്നതും അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനൊക്കെ നല്ല പരിചയം ഉണ്ടായിരിക്കും. അപ്പോൾ വീട് നിന്ന് നമുക്ക് ആദ്യം ചുറ്റി നടന്നൊന്ന് കാണാം, എന്നതിന് ശേഷം ഉള്ളിലോട്ട് പോവാം. അപ്പോൾ ഗേറ്റിൽ നിന്ന് വന്ന ഉടനെ തന്നെ വലത്ത് ഭാഗത്തേക്ക് പോകുന്നതാണ് കേട്ടോ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ താഴെ ഒരു തൊട്ടടുത്ത് തന്നെ ഒരു തെങ്ങൊക്കെ ഉണ്ടായിരുന്നു. അത് മുറിച്ചു നമ്മൾ വീട് പണി സമയത്ത്. ഇത് രണ്ടാമത്തെയാണ്. വാഴകളെല്ലാം വീണ് കിടക്കുന്നു. ഇവിടെ ശക്തമായിട്ടുള്ള മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന വാഴകളെല്ലാം ഒക്കെ താഴെ വീണ് കിടക്കുകയാണ്. ഇതൊക്കെ പണ്ടത്തെ തെങ്ങാണ്, അതുകൊണ്ട് നല്ല ഹൈറ്റിലാണത്. അപ്പോൾ ഈ തെങ്ങിൻ്റെ കാലാവധിയും കഴിഞ്ഞു. ഇനി അത് മുറിച്ച് മാറ്റണം. ഇത് നമ്മുടെ കിണറാണ്. നല്ല വലിപ്പമുള്ള കിണറാട്ടോ. വീട്ടിൻ്റെ നമ്മൾ വെക്കാനൊക്കെ ആവശ്യങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ഇത് തന്നെയാണ് വെള്ളം എടുക്കുക. കുഴൽ കിണറും ഉണ്ട് ഉള്ളിൽ തന്നെ. നമ്മുടെ അടുപ്പാണ് നേരത്തെ കണ്ടത്. പിന്നെ ഇത് നമ്മൾ തിരുമ്മണ ഭാഗം. അപ്പോൾ ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു, അത് മുറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ട് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ഇത്രയാണ് നമുക്ക് സ്ഥലമുള്ളത്. ആകുള്ളത് 5.25 സെൻറ്റിലാണ് വീടുള്ളത്. അപ്പം ഞാൻ അങ്ങനെ ബാക്ക് കൂടെ വന്നിട്ട് ഈ ഒരു സൈഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഏരിയയാണ് വീടിൻ്റെ വശങ്ങളിലും ബാക്കിലൊക്കെ ഉള്ളൂ. ഫ്രണ്ടിൽ ഇത്ര പോർഷനാണുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഗേറ്റിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ എത്തി. അപ്പോൾ അങ്ങനെ വീടിൻ്റെ ഒരു പ്രദക്ഷിണം നമ്മുടെ കഴിഞ്ഞു. ഒരു മൊത്തത്തിലൊരു ഓവറോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് കയറാം. അപ്പോൾ എല്ലാവരും പോന്നോളൂ. ഇതാണ് നമ്മുടെ ചാരുപടിയൊക്കെ കേട്ടോ. ഫ്രണ്ട് സൈഡിൽ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്തത് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇരിക്കാൻ നേരമില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലത്തെ ഡോറ് അതേപോലെ തന്നെ സൈഡിലൊക്കെ ടൈൽസാണ് കേട്ടോ. ഈ കല്ലിൻ്റെ മോഡൽ ടൈൽസാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ടൂർ ഓപ്പറേറ്റർ ഗൈഡൊക്കെ നമ്മുടെ അപ്പൂട്ടനാണ്. അപ്പോൾ അപ്പൂട്ടനാണ് ഇതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ച് തന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കയറിയതും ഇത് ഹോളാണ്. ഹോൾ 2 റൂമാണ് കാണുന്നത്. അപ്പോൾ ഇത് ഈ ഒരു വാതിൽ നേരെ കാണുന്നത് നമ്മൾ വർക്ക് ഏരിയയിലേക്ക് പോകുന്ന ഇത് അടുക്കളുടെ ഭാഗമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കയറി വന്നിട്ടുള്ള ആ ഒരു ഹാൾ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് റൂമാണ്. ഫസ്റ്റ് റൂമെന്ന് പറഞ്ഞാൽ ഇത് ചെറിയൊരു ബെഡ്റൂം തന്നെയായിരുന്നു. ഇതിൽ ബാത്റൂമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരു കട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് താഴെ അവിടെ ആരും കിടക്കാത്തതുകൊണ്ട് മുകളിൽ അപ്പൂന് കിടക്കാൻ വേണ്ടി അത് അങ്ങോട്ടേക്ക് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളൊരു സ്റ്റഡി റൂം പോലെ ഇപ്പം അങ്ങനെ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മോളും അവരൊക്കെ വരുമ്പോൾ കുറച്ച് സാധനങ്ങളും അവൻ്റെ കളിപ്പാട്ടങ്ങളും ഈ താഴെയുള്ളതൊക്കെ അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം അവൾ വന്നാൽ പഠിക്കാനൊക്കെ ആയിട്ടും അവനും അവളില്ലാത്ത സമയത്ത് അവനും ഇവിടെ ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുക. കാരണം നമ്മൾ മുക്കാൽ ഭാഗവും ചിലവഴിക്കുന്ന താഴത്ത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റൂമിൻ്റെ വിശേഷങ്ങൾ. ഇത് നമ്മുടെ ഹാള്. ഇനി രണ്ടാമത്തെ റൂം ഈ സൈഡിലുള്ളതാണ് കേട്ടോ. രണ്ടാമത്തെ റൂം ഇത് മുകളിലേക്ക് വർക്ക് ഏരിയയിലേക്കൊക്കെ പോകുന്ന വാതിലാണ്. അപ്പോൾ ഇത് പഴയൊരു വീടായിരുന്നു. 10-30 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു വീടാണ്. അപ്പോൾ സാധാരണ എല്ലാവരും ഒരു വീട് വയ്ക്കുമ്പോൾ ഫസ്റ്റ് കയറി വരുന്ന ഒരു സിറ്റ് ഔട്ടും ഹാളും 2 ബെഡ്റൂമും കിച്ചണും അങ്ങനെ തന്നെയായിരുന്നു ഈ വീടും. ഇത് രണ്ടാമത്തെ റൂം. റൂമിലും ജസ്റ്റ് ഒരു കട്ടിലും കിടക്കിയും ഒരു ബാത്റൂം അറ്റാച്ച്ഡ്. അതാണ് ഈ ഡോറ് കാണുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ 2 റൂമിലും പഴയ അതായതുകൊണ്ട് ഒരു കബോർഡ്. അപ്പോൾ അതൊന്നും നമ്മൾ മാറ്റം കൊണ്ടുവന്നില്ല. അതൊക്കെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. പ്രത്യേകിച്ച് വലിയ വലിയ ഷെൽഫുകളും കാര്യങ്ങളും ഒന്നും കൂടുതൽ വെക്കാനും നിന്നില്ല കേട്ടോ. പരമാവധി ഫർണിച്ചർ ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ റൂമുകളിലൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ മുകളിലെ കബോർഡും കാര്യങ്ങളും അതും ക്ലോസ് ചെയ്തതൊന്നുമില്ല. കാരണം നമ്മൾ എത്രത്തോളം കൂടുതൽ റാക്കുകൾ വെക്കുന്നു അത്രത്തോളം വല്ലതൊക്കെ സാധനങ്ങൾ തിരികെ കയറ്റാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ കിച്ചണിലോട്ട് വന്നു. ഇത് ഈ ഒരു പോർഷനൊക്കെ ഏറ്റവും നിങ്ങൾക്ക് പരിചിതമായ ഒരു സ്ഥലമായിരിക്കും. കാരണം ഒരുപാട് വീഡിയോസ് ഈ ഒരു ടേബിളിൻ്റെ മുകളിൽ നിന്നും ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പറയുന്നതായിട്ടും ഒക്കെയാണ് കേട്ടോ കാണാറുണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത്. കിച്ചൺ ചെറുതായിരുന്നു ആദ്യത്തെ വീടിൻ്റെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വർക്ക് ഏരിയയുടെ പോർഷൻ കൂട്ടിയിട്ട് വേണം മുകളിലേക്ക് കോണി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു അടുക്കള. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അടുക്കളയിൽ 2 പോർഷനും കിട്ടി. ഡൈനിങ്ങും കിട്ടി അടുക്കളുടെ പോർഷനായിട്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് കഴിക്കാനായിട്ട് ഇരിക്കാനുള്ളൊരു സ്ഥലമാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ കിച്ചണിൻ്റെ ഈ സ്ലാബ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കബേർഡുകൾ താഴെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ പിന്നെ മുകളിലും കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഹൗസ് വാമിംഗ് ഒക്കെ ചെയ്ത സമയത്ത് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയിരുന്നു. അപ്പോൾ പലതരത്തിലുള്ള പാത്രങ്ങളും കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടൊരു കബോർഡ് നമ്മൾ 2 ഈ 2 അഡീഷണൽ ഉണ്ടാക്കി എടുത്തതാണ്. അടുക്കള ഈ ഒരു പോർഷനാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എടുത്ത പോർഷൻ. പഴയ അടുക്കള നമ്മുടെ ആ പകുതി വരെ മാത്രമേ ഉണ്ടായിരുന്നു. ഈ ഒരു
ഭാഗം വരെയാണ് പഴയ അടുക്കള ഉണ്ടായിരുന്നത്. ആ ഒരു സൈഡിലേക്ക്. ഇതാണ് പുതിയതായിട്ട് എടുത്ത ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചെറിയതായിട്ട് നമ്മൾ കബേർഡൊക്കെ 2 തട്ടുകൾ മാത്രമേ ഉള്ളിലുള്ളൂ. 2 തട്ടായിട്ടാണ് ഇതിനുള്ള കബേർഡ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് അടുക്കളയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ടൈൽസൊക്കെ അത് അങ്ങനത്തേക്ക് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളൊക്കെ നമ്മുടെ പഴയ വീടിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ പരമാവധി പഴയ വീടിന് യാതൊരു തരത്തിലുള്ള കേടുപാടുകൾ വരുത്താതെ തന്നെയാണ് പുതിയതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പോൾ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അപ്പോൾ ഈ കാണുന്ന വാതിൽ നമ്മൾ ഹോളിൽ നിന്ന് കണ്ടല്ലോ, വർക്ക് ഏരിയയിലേക്ക് പോകാനാന്ന് പറഞ്ഞൊരു വാതിലുണ്ടല്ലോ, അതാണിത്. കോമൺ ബാത്റൂമാണ് ഈ കാണുന്നത്. പിന്നെ വർക്ക് ഏരിയ നമ്മൾ പുറത്തേക്ക് ഏരിയ എടുത്തത് കൊണ്ടാണ് നമ്മൾ ഉള്ളിലൂടെ തന്നെ കോണി മുകളിലേക്ക് വെക്കുകയാണ് ചെയ്തത്. പുറത്ത് ഓൾറെഡി ഒരു കോണിയേരിയൊക്കെ വെച്ചു. പക്ഷേ ഇനി അത് പുറത്ത് കൂടെ മാത്രം നമ്മളപ്പോൾ വീട്ടിലേക്ക് കയറി ഇറങ്ങുന്ന പോലെയാവും. അല്ലെങ്കിൽ ഉള്ളിലൊക്കെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ പരമാവധി വീടിനെ കോട്ടങ്ങൾ തട്ടാത്ത വിധത്തിലാണ് നമ്മൾ വർക്കൊക്കെ ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറുകയാണ് ചെയ്തത്. അപ്പോൾ വാർക്കാത്തത് കൊണ്ട് ആ ടൈപ്പ് കോണിയല്ല നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി, അടുക്കളയിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറി വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോളിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് വളരെ പഴക്കം ചെന്ന വീടായതുകൊണ്ട് അന്നത്തെ കാലത്ത് നമ്മൾ ബെൽറ്റ് ഇട്ടിട്ടൊന്നല്ല തറ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം ബലം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ മുകളിലേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, മുകളിൽ വി ബോർഡിൻ്റെ ടൈപ്പ് ചുമരുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് നമ്മൾ ഓടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കാണാതിരിക്കാൻ ഒരു ഫോൾ സീലിങ്ങും കൂടി കൊടുത്തിട്ടാണ് ഈ മുകളിലത്തെ ഭാഗങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത്, മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, കാരണം താഴത്തെ റൂമിൻ്റെ താഴത്തെ ഭാഗത്തുള്ള 2 ബെഡ്റൂമുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരൊറ്റ റൂമാണ് മുകളിൽ വരുന്നത്. അപ്പോൾ ഇവിടെയും വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് വലിയൊരു റൂമും അത് ബാത്റൂമാണ്. പിന്നെ അലമാര ഓൾറെഡി ഉള്ളതായിരുന്നു കയ്യിൽ, അതും നശിപ്പിച്ചില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ യൂസ് ചെയ്തു. അപ്പോൾ വേറെ കബോർഡ് കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ റൂമിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഹോളിലേക്ക് വന്ന ആ കാണുന്ന 2ാമത്തെ ബെഡ്റൂമാണ്. മറ്റേ വാതിൽ നമ്മൾ ബാൽക്കണിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ താഴെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഹോളിൻ്റെ അതേ സ്പേസ് മുകളിലേക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴെയുള്ള ഹോളിൻ്റെ അതേ വലിപ്പം തന്നെയാണ് മുകളിലേക്ക് വന്നിരിക്കുന്നത്. താഴത്തെ 2 ബെഡ്റൂമിൻ്റെ ആ ഒരു വലിപ്പം ഒറ്റ ബെഡ്റൂമായിട്ട് റൈറ്റ് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് മാത്രം. പിന്നെ അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ തന്നെ ആ ഒരു ബെഡ്റൂമിന് മാത്രമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് അവിടെ കൊടുക്കാൻ നമുക്ക് സ്ഥലമുള്ളൂ എന്നുള്ളതാണ് അറിഞ്ഞത്. അപ്പോൾ അതിൽ മാത്രമാണ് ബാത്റൂം ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ടാണ് നമ്മൾ ബാത്റൂം പുറത്ത് കയറി കോണി കയറി വരുന്ന ഭാഗത്ത് തന്നെ ഒരു ബാത്റൂമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതിങ്ങനത്തെ കുറേ പെയിൻറ്റിങ്സൊക്കെ നമുക്ക് വീട് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് തന്നെ കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനത്തെയൊക്കെ കുറേയൊക്കെ അവിടെ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ ഇതുണ്ടോ, കയറി വരുന്ന ഫസ്റ്റ് ഡോറ് കാണുന്നത് ബാത്റൂം തന്നെയാണ്. 2ാമത്തെയാണ് റൂം കാണുന്നത്. അപ്പോൾ മറ്റേ 2ാമത്തെ റൂമിൽ ബാത്റൂം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കോമണായി യൂസ് ചെയ്യാനുള്ളൊരു ടോയ്ലറ്റാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ഹോൾ തന്നെയാണ്. അവിടെ ഒരു കമ്പ്യൂട്ടറും തുന്നൽ മെഷീനും പിന്നെ അപ്പൂൻ്റെ കളിപ്പാട്ടും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് 2ാമത്തെ റൂം ഇതാണ് കേട്ടോ. 2ാമത്തെ റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ താഴത്ത് അടുക്കളയും ഡൈനിങ്ങും കൂടി വരുന്ന അതിൻ്റെ മോൾ ഭാഗമാണ് ഈ കാണുന്ന റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂം തന്നെയാണ്. അപ്പോൾ ആദ്യം ഇവിടെ നമ്മളൊരു കട്ടിൽ മാത്രമായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് മോൾക്ക് കിടക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ താഴത്തുള്ള ആ ഒരു റൂമിൽ കട്ടിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവിടെ ഇനി ഒറ്റയ്ക്ക് കിടത്താൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു കട്ടിലും കൂടിയിട്ട് മുകളിലേക്ക് കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്തത്. അപ്പോൾ എന്നാൽ 2 പേർക്കാണെങ്കിലും അല്ലെങ്കിൽ അവളില്ലാത്ത സമയത്താണെങ്കിലും അവനത് യൂസ് ചെയ്യുക എന്നുള്ളതിന് മുകളിലാണ് നമ്മൾ രാത്രി കിടക്കാറുള്ളതൊക്കെ മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് താഴെ കിടത്താൻ പറ്റാത്തതുകൊണ്ട് മുകളിൽ വന്നിട്ടാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ 2 കട്ടിലപ്പോൾ ചേർത്തിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് അപ്പൂൻ്റെയും അമ്മൂൻ്റെയും റൂമിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും പ്രത്യേകിച്ച് ഒരു കബോർഡും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. ഓൾറെഡി ഉള്ള അലമാര തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തത്. കാരണം അതൊന്നും വലിയൊരു കേട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെയൊക്കെ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുക തന്നെ ചെയ്തത്.
പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ചുമരിൻ്റെ കാര്യങ്ങൾ. വി ബോർഡിൽ നമ്മൾ ചെയ്ത ചുമരാണ്. അപ്പോൾ വളരെ വെയിറ്റ് കുറവാണ്. അതേപോലെ വെയിറ്റ് അത്യാവശ്യം നന്നായിട്ടുണ്ടെങ്കിലും നമ്മുടെ വീടിന് താങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള വെയിറ്റാണ്. പിന്നെ അത് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാം. തേക്കുന്ന പണികൾ, സിമൻറ്റ്, കല്ല്, കമ്പി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. റെഡിമെയ്ഡാണ്. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓരോ പീസുകൾ ജോയിൻ ചെയ്തിട്ട് നമ്മൾ വെച്ചുണ്ടാക്കുന്നതാണ്. മുകളിലും ഫോൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട രണ്ടാമത്തെ വാതിൽ, അതായത് ബാൽക്കണിയിലേക്കുള്ള വാതിലെന്ന് പറഞ്ഞല്ലോ. കാരണം താഴെ നമ്മൾ കയറി വരുന്ന സിറ്റ് ഔട്ടിൻ്റെ അതേ സ്പേസ് തന്നെയാണ് മുകളിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി എന്ന് പറയുന്നത്. ശരിക്കും വീട് കയറ്റുന്നതിന് മുന്നേ നമ്മൾ കുറേ റൂമുകൾ, സൗകര്യങ്ങൾ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അവിടെ ദിവസത്തിൽ ഒരു ദിവസം പോയിട്ട് നമുക്കൊരു വർഷത്തിലെങ്കിലും ഒരു തവണ കയറി എല്ലാവരും കൂടി ഇരിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ പറ്റാറില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ കുറേ സ്പേസുകൾ ആവശ്യമില്ലാതെ എടുക്കാതിരിക്കുക. ഇത് ബാൽക്കണിയുടെ കേസല്ല ഞാൻ പറയുന്നത്, കുറേ മറ്റുള്ള കാര്യങ്ങൾ എടുക്കാതിരിക്കുകയും കുറച്ചുകൂടി ബെറ്റർ. നമ്മൾ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു സ്പേസ് നമുക്ക് അവിടെ ഇങ്ങനെ കിട്ടിയപ്പോഴാണ് ജസ്റ്റ് ഓരോ ഗ്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് ഒരു ചെറിയ റാക്ക് പോലെ നമ്മളവിടെ ആക്കിയത്. അപ്പോൾ മുകളിൽ നിന്ന് ഉള്ള കാഴ്ചകൾ ഇങ്ങനെയാണ് കേട്ടോ. നമ്മളിത് ഒരു റോഡാണ്, കട്ട് റോഡാണ്. അവിടെ കയറി വരുന്ന ഭാഗമൊക്കെ ഇതൊക്കെ 4 പുറമുള്ള തൊടികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ വീടിൻ്റെ റൈറ്റ് സൈഡും പിന്നെ ആ വഴികളും അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ അതേ ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തുകൊണ്ട് ചാരുപടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ ഒരു പൂക്കൾ വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാട്ടോ. ഏകദേശം 6 വർഷമായി നമ്മൾ മുകളിലേക്ക് എടുത്തിട്ട്. അപ്പോൾ ആ പെയിൻറ്റിങ്ങൊക്കെ അതിൻ്റേതായൊരു പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോഴാണ് മുകളിൽ നമ്മുടെ ഒരു പക്ഷിക്കൂട് കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ തിട്ടിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഇത് എടുക്കുന്നത്. ഏറ്റവും മുകളിലത്തേലാണ് ഞാനൊരു പക്ഷിക്കൂട് കണ്ടത്. അപ്പോൾ മുട്ടയൊന്നും ഇട്ടിട്ടില്ല തോന്നുന്നു. കൂടൊക്കെ റെഡിയാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഞങ്ങളുടെ പക്ഷിക്കുട്ടികൾ ഇതിൽ വരിക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷിക്കും ഇതൊരു പൂവായി തോന്നിയത് കൊണ്ടായിരിക്കും അവർ ഇവിടെ വന്നിട്ട് കൂടൊക്കെ കൂട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല നല്ല ഭംഗിയിൽ അസ്സലായിട്ട് തന്നെ ആ ഒരു കൂട് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആരാണ്, ഏത് കിളിയാണ് എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല. പിന്നീട് ഇതിൽ കിളി വരിക, മുട്ടയിടുക അങ്ങനെ വല്ലതൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ അപ്പം നമുക്ക് ഒരു വീഡിയോ എടുക്കാം. ഇപ്പോൾ തൽക്കാലം ഇത്രയൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു 3 സ്റ്റാൻഡ് വെച്ച് കുറച്ചൊരു ഫ്ലവർ പോട്ടുകൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഫ്രണ്ട് വ്യൂ ഒക്കെ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഹോം ടൂറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് മുൻ അപ്ലോഡ് ചെയ്തതുണ്ട്. അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോസ് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ.